കാസർഗോഡിന്റെ സൗന്ദര്യമാണ് ചെമ്പരിക്ക കടൽപ്പുറം. പാറക്കെട്ടുകൾ അതിർത്തി തിരിക്കുന്ന കടൽ, കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കടൽപ്പുറം. കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പാറക്കെട്ടുകളിൽ എത്തുന്നവരും അനവധി. മത്സ്യത്തൊഴിലാളികൾക്കും കടൽ അത്താണിയാകുന്നു. വന്യമായ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ചെമ്പരിക്കയിലെ കടൽപ്പുറത്തും ഈ പാറക്കെട്ടുകളിലും ഒരു ദുരൂഹത നിലനിൽക്കുന്നു. കാസർഗോഡിന്റെ പ്രിയങ്കരനായിരുന്ന ഒരു സമുദായ ആചാര്യന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത. ഫെബ്രുവരി 15 കടൽ തീരത്ത് പ്രകാശം വന്നു തുടങ്ങുന്നതേയുള്ളൂ. കടലിൽ ചൂണ്ടയിടാനെത്തിയ പ്രദേശത്തെ ഒരാൾ പാറപ്പുറത്തിരിക്കുന്ന ചെരുപ്പും ടോർച്ചും വടിയും കണ്ടതിനെ തുടർന്ന് ഇയാൾ സമീപവാസികളെ വിവരമറിയിച്ചു. ആരോ കടലിൽ അകപ്പെട്ടിരിക്കുന്നു. കടൽക്കരയിലേക്ക് ജനം കുതിച്ചെത്തി. ആദ്യം വന്നത് മീൻ പിടിക്കാനും വേണ്ടിയിട്ട് ഒരാൾ കരവല വീശുന്ന ഒരാൾ വന്നിട്ട് ഈ ചെരുപ്പും ഈ വടിയും ടോർച്ചും ഇങ്ങനെ വെച്ചതായിട്ട് കണ്ട്. അപ്പൊ അതിലൊരു സംശയം, മൂപ്പര് ഇത് നമ്മളെ നാട്ടുകാരുടെ ആണോ എന്നുള്ള ഒരു സംശയത്തിൽ ഞാൻ രാവിലെ ഏകദേശം അത് ഒരു 6:45 സമയമായിരിക്കും ഏകദേശം എന്നെ വിളിച്ച് ഫോണിലേക്ക് കൂടെ വിളിച്ചു. അപ്പൊ ഞാൻ എണീറ്റ് വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 7 മണി 7:02 അപ്പൊ ഇത് ഇങ്ങനെ വെച്ച രൂപത്തിൽ, ഏറ്റവും കടലോട് ചേർന്ന് ഇങ്ങനെ വെച്ച രൂപത്തിൽ കാണുമ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചു. ഇത് നമ്മുടെ നാട്ടുകാരുടെ ആണോ എന്നുള്ള ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നാട്ടുകാർക്ക് 5-8 ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടുകാരല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തി. പോലീസും കടൽക്കരയിലെത്തി. കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ജഡം നാട്ടുകാർ തിരിച്ചറിഞ്ഞു. ആളെ തിരിച്ചറിഞ്ഞ് ജനം ഞെട്ടി. ചെമ്പരിക്കയുടെ സ്വന്തം ഖാസി അബ്ദുള്ള മൗലവിയുടെ മുഴുവൻ. പാറപ്പുറത്തുണ്ടായിരുന്ന ചെരുപ്പും വടിയും ടോർച്ചും സംശയം ജനിപ്പിച്ചു. സാഹചര്യ തെളിവുകൾ ഒരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടി. പക്ഷേ പോലീസിന് അതൊന്നും തെളിവേയായില്ല. ഫസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തു, ഇത് വെച്ച രൂപത്തിലാണ് കാണുന്നത്. ഒരു കൊലപാതകത്തിന്റെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു അത്ര ഉറപ്പിച്ച് പറയേണ്ട കാരണം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ബോഡി സാധാരണ വെള്ളത്തിൽ വീണ് മരിക്കുകയാണെങ്കിൽ 24 മണിക്കൂറെങ്കിലും കഴിയാണ്ട് പൊങ്ങാറില്ല. 18 മണിക്കൂർ 24 മണിക്കൂറിനകത്തേ പൊങ്ങാറുള്ളൂ. അപ്പൊ ബോഡി പൊങ്ങിയിട്ടും കാണുന്നുണ്ട് കടലിൽ. ഈ വടി ഇവിടെ കാണുന്നുണ്ട്. ഇന്നലെ വെച്ച വടിയാണെങ്കിൽ ഈ വേലിയേറ്റ സമയത്ത് ഈ വടി അവിടെ നിൽക്കൂല, ഒറ്റ തിരക്കന്നെ കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഏതായാലും സംശയം തന്നെ ഇതൊരു കൊലപാതകം തന്നെയാണ്. അപ്പൊ ഏതായാലും കൊലപാതകത്തിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. കരക്ക് കൊണ്ടുവന്നിട്ട് ആ സമയമാകുമ്പോഴേക്ക് ഏകദേശം 8:30 മണിയോടെയായി. 8:30 മണിക്ക് കരക്കെത്തി. അപ്പൊ ഞാൻ ഏകദേശം ഇത്ര വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഈ ബോഡി എടുക്കുന്നത്. ആ എടുത്തിട്ട് ഇങ്ങനെ കമന്നിട്ടാണ് വരുന്നത്. ആ വരുന്ന സമയത്ത് തന്നെ ഏകദേശം നമുക്ക് ആളെ തിരിച്ചറിയും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളും അടുത്തുള്ള ആളും എന്നുള്ളതിനെ എനിക്ക് കാണുമ്പോൾ തന്നെ ആളെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ബോഡി പൊക്കിയിട്ട് നേരെ കൊണ്ടുപോയി മുകളിൽ കിടത്തി. ആ ഭിത്തിയുടെ അപ്പുറത്ത് ഭാഗത്ത് കൊണ്ടുപോയിട്ട് കിടത്തി. അപ്പോഴും ഈ മൂക്കിലും ചെവിയിലും പൂഴി കാണപ്പെട്ടു. അപ്പോഴും ഞാൻ പോലീസുകാരോട് ഞാൻ പറഞ്ഞു, ഇതാ മൂക്കിലും വായിലൊക്കെ പൂഴിയുണ്ട്. കടലിനാണ് ഈ കല്ലിന്റെ അപ്പുറത്തുനിന്നാണ് ഈ ബോഡി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പൂഴി വരാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, ഈ സൈഡ് പോക്കറ്റിൽ ഏകദേശം ഇത്രത്തോളം പൂഴി, വലിയ പൂഴി ഈ സൈഡ് പോക്കറ്റിലുണ്ട്. ഏറെ ദുർഘടം പിടിച്ച പാറക്കെട്ടുകൾക്കിടയിലൂടെ ഖാസിക്ക് പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കുന്നു. രോഗബാധിതനായ ഖാസിക്ക് അധിക ദൂരം തനിയെ നടക്കാനും കഴിയില്ല. പക്ഷേ ഖാസി ഇവിടെയെത്തി ആത്മഹത്യ ചെയ്തതാണെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. ജനങ്ങളുടെ സംശയങ്ങൾ പോലീസ് മുഖവിലക്കെടുത്തില്ല.
ഈ കടൽ തീരത്തു നിന്നുള്ള തെളിവുകൾ ഒട്ടേറെ ദുരൂഹത സൃഷ്ടിക്കുകയാണ്. ഏകദേശം ആ പ്രദേശത്താണ് ഘാസിയുടെ ചെരുപ്പും വടിയും അതുപോലെ തന്നെ ടോർച്ചും അടുപ്പിച്ച് ചേർത്ത് വെച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ പോലീസ് നൽകുന്ന വിശദീകരണം അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സമീപവാസികൾ പറയുന്നത് ഈ പ്രദേശത്തിന് താഴെ 2.5 മീറ്ററോളം ദൂരത്തിൽ തന്നെ കല്ല് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ചാടി വീഴുകയാണെങ്കിൽ ഘാസിയുടെ ശരീരത്തെ പരിക്കുകൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ബോഡിയിൽ ആ രീതിയിലുള്ള യാതൊരു പരിക്കുകളും കാണാത്തതാണ് ബന്ധുക്കളിലും നാട്ടുകാരിലും ഇപ്പോൾ ദുരൂഹത സൃഷ്ടിക്കുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോക പണ്ഡിതരിൽ ഒരാളായി UAE ഗവൺമെന്റ് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അബ്ദുള്ള മൗലവി. കേരളത്തിലും കർണാടകത്തിലുമായി 100-ൽ പരം മഹലിലെ ഘാസി. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ. സമുദായത്തിന് അകത്തും പുറത്തും സുസമ്മതൻ. ഒട്ടേറെ വർഗീയ ലഹളകളിൽ ക്രിയാത്മകമായി ഇടപെട്ട വ്യക്തി. നിസ്കാര സമയം ക്രോഡീകരിച്ച് പുസ്തകങ്ങളും കലണ്ടറുകളും. എല്ലാറ്റിനുമുപരിയായി ഒരു എഴുത്തുകാരനും സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു ഘാസി. വർഗീയ കലാപങ്ങളും വർഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഇടപെട്ട് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള കഴിവ് തന്റെ ഇടം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നയിക്കാൻ, അതിന് ചങ്കൂറ്റമുള്ള നേതൃത്വം കൊടുക്കാൻ കാസർഗോഡ് ജില്ലയിൽ ആദ്യം മുതൽക്ക് തന്നെ ശ്രമിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഘാസി. പ്രശ്നങ്ങളിൽ ഇടപെട്ടതോടെ ശത്രുക്കളും ഘാസിക്കുണ്ടായി. പക്ഷേ ആരും പ്രത്യക്ഷമായി രംഗത്തെത്തിയില്ല. ഘാസിയുടെ മരണത്തിനു പിന്നിലും ശത്രുക്കളുടെ കൈകളുണ്ടെന്ന് ബന്ധുക്കൾ വിശ്വസിക്കുന്നു. ആര് വിളിച്ചാലും വാതിൽ തുറക്കാത്ത ഘാസിയെ അന്ന് അറിയാവുന്നവർ ആരോ വിളിച്ചിറക്കി കൊണ്ടുപോയതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന മൗലവിയുടെ ഡ്രൈവറെയും വീട്ടുകാർ സംശയിക്കുന്നു. കിടക്കുന്ന കട്ടിലിന്റെ അടുത്തുള്ള ജനല് അടക്കാറില്ല. അതിൽ കൂടി പരിചയമുള്ള അത്രയും അടുത്ത പരിചയമുള്ള ആൾ വന്ന് വിളിച്ചിരിക്കണം. അങ്ങനെ ഡോർ തുറന്നിരിക്കണം. പിന്നെ രാവിലെ ഇവർ കാണുന്നത് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് കാണുന്നത്. അങ്ങനെ പൂട്ടിയിട്ട് പോകുന്ന, അങ്ങനെ വീട്ടുകാരറിയാതെ പുറത്തിറങ്ങുന്ന അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതത്രയും ഉറപ്പാണ്. മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണ വിശ്രമത്തിലായിരുന്നു ഘാസി. തനിയെ നടക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പിതാവ് എങ്ങനെയാണ് 1 കിലോമീറ്ററോളം നടന്ന് പാറയിൽ കയറി ആത്മഹത്യ ചെയ്യുകയെന്നും മകൻ ചോദിക്കുന്നു. രാത്രി ഒറ്റയ്ക്ക് ഒരു കയ്യിൽ വടിയും ഒരു കയ്യിൽ ടോർച്ചൊക്കെ ആയിട്ട് ഒരു സാഹചര്യത്തിലും ആ കല്ലിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ അറിയാമല്ലോ. നിങ്ങൾക്ക് തന്നെ അവിടെ എത്തണമെങ്കിൽ 1-2 വട്ടം വഴുതി വീഴും. ഞങ്ങളൊരു ദുർഘടമായ സ്ഥലമാണ്. പിന്നെ അവിടുത്തെ ആ കല്ലിന്റെ കടുപ്പും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചാടിയാണെങ്കിൽ ബോഡിയിൽ പരിക്ക് വേണം. ഒരു പരിക്കില്ല ബോഡിയിൽ. കാരണം ഞങ്ങളൊക്കെ അവിടെ കളിക്കുന്നതും കുളിക്കുന്നതൊക്കെ ആൾക്കാരാണ്. അവിടെ ഇറങ്ങിയാൽ എന്തായാലും ഒരു പരിക്ക്, 1-2 പരിക്കില്ലാണ്ട് ഉണ്ടാകത്തില്ല. ബോഡിയിലൊരു പരിക്കുമില്ല. പിന്നെ ഇവിടെയാണ് കണ്ണിന്റെ ഇവിടെ 2 പരിക്ക്. കല്ലിന് തട്ടിയാണെങ്കിൽ ഉയർന്ന ഭാഗത്താണ് തട്ടേണ്ടത്. കുഴിഞ്ഞ ഭാഗത്തേക്ക് എങ്ങനെ തട്ടും? കല്ലിന് തട്ടി മുറിവ് എങ്ങനെ ഉണ്ടാവും? അതുവരെ ഒരിക്കലും സാധ്യതയില്ല. ഇത് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു നീക്കിയിട്ടുള്ള. ഘാസിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒരു ശസ്ത്രക്രിയ നടന്നിരുന്നു. സ്വയം നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഘാസി എന്ന് ബന്ധുക്കൾ പറയുന്നു. ആ ഘാസി ഇത്രയും ദൂരം ഈ ദുർഘടം പിടിച്ച ഈ കല്ലുകൾക്കിടയിലൂടെ കടന്നു വന്ന് ആത്മഹത്യക്ക് ഈ സ്ഥലം തിരഞ്ഞെടുത്തു എന്ന പോലീസ് വിശദീകരണം വിശ്വസിക്കാൻ ഒരിക്കലും ബന്ധുക്കളും നാട്ടുകാരും തയ്യാറാവുന്നില്ല. ജഡം കണ്ടെത്തിയ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് നടപടികൾ ഒന്നും നടത്താതിരുന്ന പോലീസ് ഘാസിയുടെ വീട്ടിലെത്തി. മുറിയിൽ കടന്ന ഉടൻ തന്നെ ഡിവൈഎസ്പി ഘാസിയുടെ ഡയറിക്കുറിപ്പിലെ ഒരു ഭാഗമെടുത്ത് ആത്മഹത്യാക്കുറിപ്പെന്ന് മാധ്യമങ്ങളെ അറിയിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു. ഡിവൈഎസ്പി റൂമിന്റെ അകത്തേക്ക് കയറിയിട്ട് ഒരു കടലാസ് എടുത്തിട്ട് എനിക്ക് വേണ്ടത് കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിലുണ്ടായിരുന്നത് ഈ സംഭവമാണ്. ആത്മഹത്യക്കുറിപ്പാണ്
എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞങ്ങളൊരു ബന്ധു അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് സാർ ഇങ്ങനെ അവിടെ എത്താൻ എന്തായാലും സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അയാൾ പറയാണ്, ആത്മഹത്യ ചെയ്യാൻ ചെയ്യുന്നവർക്ക് തെങ്ങിൽ കയറാൻ പോലും പറ്റും എന്ന് പറഞ്ഞു. സംഭവ സ്ഥലത്ത് പോലീസ് നായയെ കൊണ്ടുവരാനോ വിരലടയാള വിദഗ്ധരെ എത്തിച്ച് പരിശോധന നടത്താനോ പോലീസ് തയ്യാറായില്ല. മൗലവിയുടെ ശരീരത്തിൽ നിന്നെടുത്ത തെളിവുകൾ പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. ചെമ്പരിക്ക കടൽ തീരത്ത് കടൽഭിത്തി നിർമ്മാണത്തിന്റെ പേരിൽ ലോഡ് കണക്കിന് മണലാണ് മോഷ്ടിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും ഇവിടെ മണൽ വാരാൻ പ്രദേശത്തെ യുവാക്കളുണ്ടാകും. എന്നാൽ അന്ന് ആരും കടൽപ്പുറത്ത് ഇല്ലാതിരുന്നതും ദുരൂഹത സൃഷ്ടിക്കുന്നു. സംഭവ ദിവസം പോലീസ് റെയ്ഡുണ്ടാകുമെന്ന് ആരോ വിളിച്ചറിയിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നു. സമീപത്തെ വീട്ടുകാർ രാത്രിയിൽ കരച്ചിൽ കേട്ടതായി മൊഴി നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മണൽ കടത്തുന്ന ഒരു സ്ഥലമാണ് ചെമ്പരിക്ക. ഇവിടെ രാത്രി മണൽ മാഫിയകൾക്ക് അജ്ഞാത ഫോൺ വരികയും അത് മണൽ കയറ്റുകാർക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുകയും ഉണ്ടായിരുന്നു. അന്ന് രാത്രി വണ്ടി വരാത്തതും അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥ ശബ്ദത്തിലാണ് ഇന്ന് മണൽ വാരാൻ ആരും തയ്യാറാവരുത്, ഒരു സ്പെഷ്യൽ സ്ക്വാഡിന് ഇവിടെ ചെമ്പരിക്കയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഈ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ദുരൂഹതകൾക്ക് ഇടയിൽ ഒരു വെളുത്ത കാർ ഈ രാത്രി 3 മണിക്ക് വന്നതായും നാട്ടുകാർ പറയുകയുണ്ടായി.